നമ്മൾ സൂപ്പർ മാർക്കറ്റ് ഗ്രോസറി ഷോപ്പിൻ്റെയൊക്കെ ഡെമോ വീഡിയോ ആണ് കാണിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ. നമ്മൾ 1 2 3 4 പാസ്വേഡ് അടിച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുന്നു. POS ഫ്രണ്ട് ഓഫീസിലേക്ക് സെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ചെയ്യേണ്ടത്. POS ഇവിടെ രാവിലെ വരുമ്പോൾ നമ്മൾ ഓപ്പണിംഗ് എമൗണ്ട് എന്നുണ്ട്. നമ്മളെ പിന്നെ ക്യാഷ് റോയിൽ എത്ര പൈസയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഞാനൊരു 400 ദിർഹംസ് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഇടുന്നത്. ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ 00 ആക്കിയാൽ മതി. നമ്മളെന്ത് ചെയ്യുന്നത്, നമ്മൾ ഐറ്റംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഐറ്റംസ് എന്താണ് കസ്റ്റമർ എടുക്കുന്നത് വെച്ചാൽ അത് എടുക്കുന്നു. നമ്മൾ ബാർകോഡ് സ്കാൻ ചെയ്ത് ഇവിടെ സാധനം വന്ന് നമ്മൾ പേ അടിക്കുന്നു. നമ്മളിപ്പം ഒരു കസ്റ്റമർ ഒരു 10 ദിർഹംസാണ് വരുന്നത്. ഓക്കെ, ക്യാഷ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 8:42 വരെക്ക് തിരിച്ചു കൊടുക്കണം. ക്യാഷ് സ്റ്റോർ ഓപ്പൺ വന്ന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റ് വരും, പിന്നെ നോ കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റ് വരികയില്ല. ഇങ്ങനെയാണ് നമ്മളെ ഇതുള്ളത്. പ്രിൻ്റ് വേണ്ടെങ്കിൽ നോ കൊടുത്താൽ മതി, പ്രിൻ്റ് വരില്ല. അപ്പോൾ നമ്മൾ അടുത്ത സാധനം നമ്മൾ സ്കാൻ ചെയ്യുന്നൊരു സമൂഹനെ സ്കാൻ ചെയ്യുന്നു. നമ്മൾ കസ്റ്റമറിൽ നിന്ന് സ്കാൻ ചെയ്ത് അവിടെ സമൂഹന് വന്ന് അതിൻ്റെ ഇവിടെ സമൂഹന് ഒരു 2 എണ്ണം എടുക്കുന്നതാണ്. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കൂട്ടാം. ഇപ്പോൾ 2 എണ്ണം എടുക്കുക, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ചേഞ്ച് ക്വാണ്ടിറ്റി ഉണ്ട്. 5 എണ്ണം എടുക്കുന്നതാണ്. 5 എണ്ണം അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് 5 വരും. പേ അടിക്കുക. ഇവിടെ ക്യാഷ്, കാർഡ് എല്ലാ ഓപ്ഷനും ഉണ്ട്. പിന്നെ ക്രെഡിറ്റ് കസ്റ്റമർ എന്ന് വെച്ചാൽ കൂടുതലും നമ്മളെ റൂമിലും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ക്രെഡിറ്റ് കസ്റ്റമർ ഇവിടുന്ന് നമുക്ക് ആഡ് ചെയ്യാം. ഓരോ ക്രെഡിറ്റ് കസ്റ്റമർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്രെഡിറ്റ് കസ്റ്റമർ ആഡ് ചെയ്യുന്നു. ഫൈസൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു അഡ്രസ്സ് കൊടുക്കുന്നു. റൂം നമ്പർ 305 സിറ്റി മാർട്ട് ബിൽഡിംഗ് എന്ന് വെച്ചാൽ ഒരു അഡ്രസ്സ് നമുക്ക് കൊടുക്കാം. കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നു 0508443 അതിനുശേഷം നമുക്ക് പിന്നെ ക്രെഡിറ്റ് ലിമിറ്റ് അവർക്ക് എത്ര വരെ നമുക്ക് പൈസ ക്രെഡിറ്റ് കൊടുക്കാമെന്നുള്ള ഓപ്ഷനാണ്. ഞാനൊരു 500 ദിർഹംസ് എടുക്കുന്നത്. നമുക്ക് 1000 ദിർഹംസ് എത്ര വേണമെങ്കിലും പിന്നെ കൊടുക്കാം. അതിനുശേഷം നമ്മൾ സേവ് ചെയ്യുന്നു. ഒക്കെ അടിച്ചിട്ട് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ സെലക്ട് ചെയ്താൽ നമുക്കെല്ലാം ഈ സാധനം നമ്മളെ 303 എന്നുള്ള റൂമിലേക്കുള്ളതായിരിക്കും പോയി നമുക്ക് കംപ്ലീറ്റ് സെയിൽ കൊടുക്കാം. കേസ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റ് വരും. പ്രിൻ്റ് വന്ന് അതുപോലെ തന്നെ നമുക്കിപ്പം ബാർകോഡ് ഇല്ലാത്ത ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ 2 അക്ഷരം ഇവിടെ പ്രസ് ചെയ്തിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ സാധനം ഇവിടെ വരും. നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. സാധനം അവിടെ ഓൾറെഡി വന്ന് പേടിക്കുക. കേസ് കൊടുക്കുക. കേസ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റ് വരും. നോ കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റ് വരില്ല. ഇങ്ങനെയാണ് നമുക്കിതിൽ. അതുപോലെ തന്നെ ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഫുഡ് ഐറ്റംസ് സമൂഹന് ഇപ്പോൾ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ഇങ്ങനെ അടിക്കുക. ഞാൻ ഇത് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ വാട്ടർ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു 10 എണ്ണം ചേഞ്ച് ക്വാണ്ടിറ്റി 10 വെള്ളം എടുക്കുന്ന വെച്ചിട്ട് 10 എണ്ണത്തിൽ 15.75 എനിക്ക് ഒരു 15 രൂപ കൊടുക്കേണ്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ബില്ല് ഡിസ്കൗണ്ട് ഉണ്ട്. നമുക്ക് എമൗണ്ട് കൊടുത്തിട്ട് 0.75 കൊടുത്തു കഴിഞ്ഞാൽ 15 രൂപ കൊടുക്കുക. ബില്ല് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക. പേ അടിക്കുക. ക്യാഷ് ഇപ്പം കാർഡ് ആണെങ്കിൽ കാർഡ് കൊടുക്കുക. കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പ്രിൻ്റ് വന്ന് നമുക്കിനി രാത്രി ഇതൊക്കെ നമ്മളെ പൂട്ടുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഇവിടെ ക്ലോസ് ഷിഫ്റ്റ് പ്രസ് ചെയ്യാം. അപ്പം നേരത്തെ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആണ് ഇട്ടത് രാവിലെ തുറക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഷിഫ്റ്റ് ആൾ മാറുന്ന സമയത്ത് ഓപ്പണിംഗ് ബാലൻസ് ആണ് ഇടുക. ഇത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ക്യാഷ് സ്റ്റോറിൽ എത്ര പൈസയാണ് ഉള്ളത്, ക്യാഷ് ആയിട്ടുള്ളത്, ആ ഒരു പൈസയാണ് ഞാൻ അടിക്കേണ്ടത്. നമ്മൾ അടിക്കേണ്ടത് 2000 പിന്നെ ദിർഹംസ് അടിക്കുന്നത്. ഓക്കെ, നമ്മളെ പാസ്വേഡ് 1 2 3 4 അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മളോട് ചോദിക്കും പിന്നെ നമുക്ക് റിപ്പോർട്ട് വേണമെന്നുള്ള. ഏസ് കൊടുത്തു കഴിഞ്ഞാൽ അന്നേരത്തെ ബിസിനസ്സിൻ്റെ മൊത്തത്തിലുള്ള റിപ്പോർട്ട് നമുക്ക് ഉണ്ടായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വിറ്റത്, പിന്നെ എത്ര പൈസയാണ് ക്യാഷ് വന്നത്, എന്തെങ്കിലും ക്യാഷിന് എന്തെങ്കിലും ഡിഫറൻ്റ് ഉണ്ടോ, എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. ആ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആകും. ഇങ്ങനെയാണ് നമ്മളിത്. പിന്നെ ബാക്ക് ഓഫീസിൽ നമുക്ക് പിന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബാക്ക് ഓഫീസിൽ നമുക്കിതിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങൾ എല്ലാം ഒരു ചെറുങ്ങനെ ഒരു ഇതൊന്ന് കാണിച്ചു തരാം. ബാക്ക് ഓഫീസിലേക്ക് പോകേണ്ടത് നമുക്ക് 1 2 3 4 അടിച്ചിട്ട് നേരത്തെ നമ്മൾ ഫ്രണ്ട് ഓഫീസിലേക്കാണ് പോയത്. POS എന്നുള്ള ബാക്ക് ഓഫീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഐറ്റംസും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇവിടുന്നാണ്. അതൊക്കെ എങ്ങനെയാണെന്നുള്ള നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ സോഫ്റ്റ്വെയർ ചെയ്യുന്ന സമയത്ത് ഞങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരും. പിന്നെ നമുക്ക് അക്കൗണ്ടിങ് റിപ്പോർട്ടിൽ നമുക്ക് ഒരുപാട് എല്ലാ മോഡൽ റിപ്പോർട്ടുണ്ട്. നമുക്ക് അവൈലബിൾ സ്റ്റോക്ക് എത്ര സ്റ്റോക്ക് ഉണ്ട് എന്നുള്ള, ഇപ്പം സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാൽ ഷോൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതെല്ലാം സ്റ്റോക്ക് ഉള്ളതെന്നുള്ള നമുക്കിങ്ങനെ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ സ്റ്റോക്ക് എത്ര ഉണ്ട് എല്ലാ കാര്യങ്ങളും കാണാം.
അങ്ങനെയാണ് ഇതിൻ്റെത്. പിന്നെ ലോ സ്റ്റോക്ക് ഓപ്ഷൻസ്, പിന്നെ പർച്ചേസ് സെൻറ്ററും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.